പക്ഷേ സംഘികളോടൊപ്പം കൂടിയപ്പോൾ മുതൽ മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ചില വ്യത്യാസങ്ങളുണ്ടായി. അതായത് ഇച്ചാക്ക എന്ന് ഇദ്ദേഹം തന്നെ വിളിക്കുമ്പോഴും ആ ഇച്ചാക്കയ്ക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടാനോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് അതിനെപ്പറ്റി അന്വേഷിക്കാനോ ഒന്നും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് ഞാൻ മോഹൻലാലിനെ കേവലം സംഘിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നൊന്നുമല്ല, പക്ഷേ മോഹൻലാലിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സംഘി ഉറങ്ങിക്കിടപ്പുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇത് പറയാൻ പോലും ഉള്ളൊരു ധൈര്യം മോഹൻലാലിനില്ല എന്നുള്ളത് കാണുമ്പോൾ കഷ്ടമാണ്. ആർക്കോ വേണ്ടിയിട്ട് അടിമയായിട്ട് ജീവിക്കുക, ആർക്കോ വേണ്ടിയിട്ടെന്നല്ല, സംഘികൾക്ക് വേണ്ടിയിട്ട് അടിമയായിട്ട് ജീവിക്കുന്ന ഒരു പരിപാടിയാണ് മോഹൻലാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്തോളം കാലം മോഹൻലാലിൻ്റെ വായിൽ നിന്ന് കമാന്നൊരു അക്ഷരം വരില്ല, മോഹൻലാൽ ഒരു അക്ഷരം പോലും മിണ്ടില്ല എന്നുള്ളതും ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള മനുഷ്യൻ ആരാണെന്നും ശരിക്കുള്ള